അല്ല, വിവാദത്തിന് അന്ത്യമാകും എന്ന് കരുതുന്നില്ല സൈഫുദ്ദീൻ. കാരണം വോട്ടെടുപ്പിന് നാളെ രാവിലെ 7 മണി വരെ സമയമുണ്ട്. 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് അവസാനിക്കുന്നതാണ് വോട്ടെടുപ്പ്. ചില വോട്ടർമാർ ചിലപ്പോൾ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല, ചിലർ നിശ്ചയിച്ചിട്ടുണ്ടാവും. ഇതിനെല്ലാം സ്വാധീനിക്കുന്ന തരത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ഓരോ വാചകങ്ങളും വരുന്നത്. ഇന്നലെ രാത്രി ഈ കൊട്ടിക്കലാശം കഴിഞ്ഞതിന് ശേഷമാണ് എം വി ഗോവിന്ദൻ്റെ ഒരു വാചകം പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ പല തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള വാചകങ്ങൾ. അപ്പോൾ ഞാൻ ഉദാഹരണങ്ങളൊന്നും പറയുന്നില്ല. പല തെരഞ്ഞെടുപ്പുകളിലും പല നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഗതി തന്നെ നിയന്ത്രിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വാചകമാണ് എം വി ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അദ്ദേഹം എന്തുദ്ദേശിച്ചാണ് പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾ അത് സ്വാഭാവികമായിട്ടും നടക്കേണ്ടതാണ്. പക്ഷെ അതിനെ തിരുത്തിക്കൊണ്ട് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ വാചകത്തെ തിരുത്തിക്കൊണ്ട് രാവിലെ എം സ്വരാജ് രംഗത്ത് വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ആകത്തുക, അദ്ദേഹം സംസാരത്തിൻ്റെ ആകത്തുക ഞങ്ങൾ ജനസംഘവുമായും അതുപോലെ തന്നെ RSS-ഉമായും ഏതെങ്കിലും ഘട്ടത്തിൽ ചേർന്ന് പ്രവർത്തിച്ചിട്ടില്ല, ഇത് മൊത്തം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്തിട്ടുള്ളത്. ഇതൊരു ന്യൂനപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് എന്നുള്ളത് വസ്തുതയാണ്. RSS-നെ അല്ലെങ്കിൽ സംഘപരിവാറിനെ പേടിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു വിഷയം വരുമ്പോൾ അത് ആരെ സ്വാധീനിക്കും എന്നുള്ളൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇനി ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വോട്ട് ലക്ഷ്യം വെച്ചാണോ എം വി ഗോവിന്ദൻ അത് പറഞ്ഞത് എന്നുള്ള ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. അത് ഇവിടെ ഒരു 45% വരുന്ന ഭൂരിപക്ഷ സമുദായമുണ്ട്, അതേപോലെ തന്നെ ന്യൂനപക്ഷ സമുദായമുണ്ട്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം, ഒരുപക്ഷെ വർഗീയ രാഷ്ട്രീയം, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വളരെ നൈസായിട്ട് ഒരു ഒറ്റ വാചകത്തിൽ പറയുന്ന ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ പച്ചമായ വർഗീയതയാണ്. ആ വർഗീയത എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ നിലമ്പൂരിൽ വന്ന ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. രണ്ട് മുന്നണികളും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാരിക്കൊണ്ട് ഒരു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവത്തിലേക്ക് അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ നമുക്ക് 23-ാം തീയതി അറിയാൻ കഴിയുന്ന കാര്യമാണ്. എം വി ഗോവിന്ദൻ പറഞ്ഞതിൻ്റെ ഡാമേജ് ആണോ അത് ഗുണമാണോ എന്നുള്ളത് അത് നമുക്ക് 23-ാം തീയതി അറിയാം. എന്തായാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ CPM-ൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമ്പോൾ അതേപോലെ തന്നെ അതിനെ പരമാവധി ജനങ്ങളിലേക്ക്, ന്യൂനപക്ഷ സമുദായങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് ഇവർക്ക് സംഘപരിവാറുമായി ബന്ധമുണ്ട് എന്ന സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ UDF ക്യാമ്പിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇതിനിടയിൽ ഒരു ഡിസൈഡിങ് ഫാക്ടറായി, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് അൻവർ കൂടി ഉണ്ട് എന്നൊരു വസ്തുത കൂടി നമുക്ക് ഈ നിലമ്പൂരിൽ ഇത്രയും ദിവസം നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇത് ഈ രണ്ട് മുന്നണികളും അൻവറും കൂടി ചേരുമ്പോഴാണ് നിലമ്പൂരിൻ്റെ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് എത്തിച്ചേരുന്നത്. അത് ആരെ തോൽപ്പിക്കും ആരെ ജയിപ്പിക്കും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. നാളെ വൈകുന്നേരം പോളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരുടെ ഒരു വിലയിരുത്തലൊക്കെ കഴിഞ്ഞിട്ട് ഒരു രാത്രി വൈകി ചിലപ്പോൾ നമുക്കത് പറയാൻ കഴിയും. എന്തായാലും ഈ വാചകങ്ങൾ, തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന വാചകങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ വാവിട്ട് പറയുന്ന നേതാക്കന്മാർ നിലമ്പൂരിലുണ്ടായിരുന്നു. പക്ഷേ വാവിട്ട് പറയുന്ന നേതാക്കന്മാരൊന്നും വാവിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറയുന്ന കണ്ടിട്ടില്ല. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നാണ് ഒരു വാചകം വരുന്നത്. അത് ബോധപൂർവമാണോ അതോ അല്ലാതെ പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെ വക്രീകരിക്കാനോ അല്ലെങ്കിൽ സ്വാധീനിക്കാനോ കഴിയുന്ന വാചകമാണ് എം വി ഗോവിന്ദൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത് എന്നുള്ളത് വസ്തുതയാണ്. സൈഫുദ്ദീൻ.